കട്ടപ്പന നഗരത്തിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിനും പാർക്കിംഗ് പ്രതിസന്ധിക്കും ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനായി തയ്യാറാക്കിയ പൊതുനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയ നിവേദനം നഗരസഭയ്ക്ക് കൈമാറി. YMCAയുടെ നേതൃത്വത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ നിവേദനം സമർപ്പിച്ചതായി സംഘടനാ പ്രതിനിധികൾ അറിയിച്ചു. YMCAയുടെ നേതൃത്വത്തിൽ വിവിധ ലയൺസ് ക്ലബ്ബ്, റോട്ടറി ക്ലബ്ബ്, ചിരി ക്ലബ്ബ്, റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവരുടെ സഹകരണത്തോടെ കട്ടപ്പന നഗരത്തിലെ ഗതാഗത സംവിധാനത്തെക്കുറിച്ച് വിശദമായ പഠനം നടത്തിയ ശേഷമാണ് നിവേദനം തയ്യാറാക്കിയതെന്ന് പ്രതിനിധികൾ പറഞ്ഞു. നഗരത്തെയും പരിസര പ്രദേശങ്ങളെയും ബന്ധിപ്പിക്കുന്ന വിവിധ ബൈപ്പാസ് റോഡുകളും അനുബന്ധ പാതകളും നേരിട്ട് സന്ദർശിച്ച് ഓരോ റോഡിന്റെയും നിലവിലെ അവസ്ഥ, ഗതാഗത സാധ്യത, വലിയ വാഹനങ്ങളുടെ സഞ്ചാര യോഗ്യത, ഭാവി വികസന സാധ്യതകൾ എന്നിവ വിലയിരുത്തിയാണ് നിർദ്ദേശങ്ങൾ രൂപീകരിച്ചതെന്നും പ്രതിനിധികൾ പറഞ്ഞു. നഗരമധ്യത്തിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കുന്നതിനായി സ്വകാര്യ ബസ്സുകൾ, KSRTC ബസ്സുകൾ, സ്കൂൾ ബസ്സുകൾ, ചരക്കു വാഹനങ്ങൾ എന്നിവയ്ക്ക് അനുയോജ്യമായ ബദൽ റൂട്ടുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. വിവിധ മേഖലകളെ ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് റോഡുകൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നതിലൂടെ നഗരത്തിലെ വാഹനത്തിരക്ക് കുറയ്ക്കുവാനും അപകട സാധ്യത ഒഴിവാക്കുവാനും കഴിയുമെന്നും സമീപ പ്രദേശങ്ങളുടെ വികസനത്തിനും ഇത് സഹായമാകുമെന്നും പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു. ഒരുപാട് നിർദ്ദേശങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് ടൗണിലെ മുഴുവൻ കുരുക്കും അഴിയുന്ന ഒരു വഴിയാണ് നമ്മൾ ശബരിമല സീസണിൽ വരുന്ന വണ്ടി ഉൾപ്പെടെ നമുക്ക് അമ്പലക്കവല വഴി മൈത്രി നഗറിൽ കൂടി 20 ഏക്കറിലേക്ക് പോകാവുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആ മൈത്രി നഗറിലേക്കുള്ള ആ വഴിയിൽ ഒരു പാലം ഒന്ന് പൊക്കിയാൽ അവിടെ ഒരു കുഴപ്പമില്ലാതെ വണ്ടിക്ക് പോകാൻ പറ്റും. നമ്മൾ ഇതുവഴി 20 ഏക്കറിലേക്ക് എത്തുന്നതിനേക്കാൾ ഏതാണ്ട് 1 കിലോമീറ്ററോളം നമുക്ക് ദൂരവും കുറയും. അപ്പൊ ആ ഒരു രീതി ഫലപ്രദമായി നടപ്പിലാക്കാൻ സാധിച്ചാൽ ഒരു വലിയ പരിധി വരെ ശബരിമല സീസണിൽ ഉണ്ടാകുന്ന കുരുക്ക് അഴിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ബാക്കിയുള്ള റൂട്ടിലെ ഏറ്റവും കൂടുതൽ നമുക്ക് ഹോസ്പിറ്റലിലേക്കൊക്കെ ആളെ കൊണ്ട് പോകുന്ന റൂട്ടാണ് ഈ പള്ളിക്കവല ആ റൂട്ട്. അവിടെ ഈ സ്കൂളുകളും കോളേജുകളും എല്ലാം ഉള്ളതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന വഴിയാണ്. അവിടെ കൂടെ വന്നാണ് ഈ ബസ്സുകളൊക്കെ പോകുന്നത് ഈ ശബരിമല സീസണിലും അല്ലാത്തപ്പോഴും ഒക്കെ. അപ്പൊ ഇതെല്ലാം നമുക്ക് ആ അമ്പലക്കാട് വഴി തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ ആ റോഡ് സുഗമമാകും. ഹോസ്പിറ്റലിൽ പോകുന്നവർക്ക് എളുപ്പമാകും, സ്കൂളിൽ പോകുന്നവർക്ക്, കോളേജിൽ പോകുന്നവർക്ക് എല്ലാം എളുപ്പമാകും. പാർക്കിംഗ് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, ആവശ്യമായ സ്ഥലങ്ങളിൽ ഗതാഗത നിയന്ത്രണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക, ഭാവി വികസനം കൂടി കണക്കിലെടുത്ത് ശാസ്ത്രീയമായ ട്രാഫിക് പരിഷ്കാരങ്ങൾ നടപ്പാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും നിവേദനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശനിയാഴ്ച ചേരുന്ന ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി യോഗത്തിൽ ഈ നിർദ്ദേശങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് പരിഗണിക്കുമെന്നും ചെയർപേഴ്സൺ ഉറപ്പു നൽകിയതായും ഭാരവാഹികൾ പറഞ്ഞു. കട്ടപ്പന നഗരത്തിന്റെ ഭാവി വികസനവും സുരക്ഷിതവും സുഗമമായ ഗതാഗത സംവിധാനവും ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ ഈ നിർദ്ദേശങ്ങൾ പ്രായോഗികമായി നടപ്പിലാക്കിയാൽ നഗരത്തിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് ദീർഘകാല പരിഹാരം കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയും പ്രതിനിധികൾ പങ്കുവച്ചു. വാർത്താ സമ്മേളനത്തിൽ വിവിധ സംഘടനകളെ പ്രതികരിച്ച് KJ ജോസഫ്, PM ജോസഫ്, സൽജു ജോസഫ്, ഡോക്ടർ വിനോദ് കുമാർ, ജോർജി മാത്യു, മനോജ് PG, വിപിൻ വിശ്വനാഥൻ, ടോമി ഫിലിപ്പ്, PG മനോജ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.